ടാൽട്രോപ്പിന്റെ സിലിക്കൺ വാലി മോഡൽ കേരളത്തിലേക്കുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് ഡെവലപ്മെന്റ് കോൺസെപ്റ്റിനെ ആഘോഷമാക്കി ഏറ്റെടുത്ത് കോഴിക്കോട്. അമേരിക്കയിലെ സിലിക്കൺ വാലി മോഡലിൽ കേരളത്തെ ടെക്നോളജിയുടെയും സ്റ്റാർട്ടപ്പുകളുടെയും ആസ്ഥാനമാക്കി മാറ്റിയെടുക്കുന്ന ടാൽട്രോപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡെവലപ്മെന്റ് എന്ന കോൺസെപ്റ്റിലൂടെയാണ് ഈ ആശയം യാഥാർത്ഥ്യമാക്കുന്നത്. 1064 വില്ലേജ് പാർക്കുകളിലൂടെയാണ് ടാൽട്രോപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡെവലപ്മെന്റ് കോൺസെപ്റ്റിനെ പ്രായോഗിക തലത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആശയം പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിന് ടാൽട്രോപ്പും റിപ്പോർട്ടർ ടിവിയും ചേർന്ന് സംഘടിപ്പിച്ചു വരുന്ന വില്ലേജ് പാർക്ക് സ്പേസ് കോൺഫറൻസ് സീരീസിന്റെ ഭാഗമായാണ് കോഴിക്കോട് ഡിമോറ ഹോട്ടലിൽ സ്പേസ് പാർക്ക് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. എല്ലാ മേഖലകളും ടെക്നോളജിയാൽ നിയന്ത്രിക്കപ്പെടുന്ന കാലത്ത് സമൂഹത്തെ ഇതിനായി പ്രാപ്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെ കേരളത്തെ IT-യുടെയും സ്റ്റാർട്ടപ്പിന്റെയും ആസ്ഥാനമാക്കി മാറ്റിയെടുക്കുകയാണ് ടാൽട്രോപ്പ്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ ഓരോ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും മിനി IT പാർക്കിന് സമാനമായ 1064 വില്ലേജ് പാർക്കുകളുടെ നിർമ്മാണം പൂർത്തിയായി വരുന്നു. ഇങ്ങനെ നിലവിൽ വരുന്ന 1064 വില്ലേജ് പാർക്കുകൾ വഴി ഡിസ്ട്രിബ്യൂട്ടഡ് ഡെവലപ്മെന്റ് എന്ന കോൺസെപ്റ്റിലൂടെയാണ് സിലിക്കൺ വാലി മോഡൽ കേരളം എന്ന ആശയം ടാൽട്രോപ്പ് യാഥാർത്ഥ്യമാക്കുന്നത്. ഏറ്റവും നൂതന ടെക്നോളജി, അനവധി സംരംഭങ്ങൾ തുടങ്ങി ലോകത്തിലെ ഓരോ ഇന്നൊവേഷനും ലോകോത്തര ബ്രാൻഡുകളും ഡിസ്ട്രിബ്യൂട്ടഡ് ഡെവലപ്മെന്റ് എന്ന കോൺസെപ്റ്റിലൂടെ വില്ലേജ് പാർക്കുകൾ വഴി എത്തുന്നതോടെ വില്ലേജ് പാർക്കുകൾ സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങൾക്കും അതിന്റെ ഗുണം ലഭിക്കും. വില്ലേജ് പാർക്കിന്റെ ഭാഗമാവുന്ന ബിൽഡിംഗ് ഓണേഴ്സിന് നിലവിൽ ലഭിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി വരുമാനം നേടുന്നതിനും അവസരമുണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡ് ഡെവലപ്മെന്റ് എന്ന ആശയത്തെയും വില്ലേജ് പാർക്കിനെയും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ടാൽട്രോപ്പും റിപ്പോർട്ടർ ടിവിയും ചേർന്ന് വില്ലേജ് പാർക്ക് സ്പേസ് കോൺഫറൻസ് സീരീസ് സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് കോഴിക്കോട് ഡിമോറ ഹോട്ടലിൽ വില്ലേജ് പാർക്ക് സ്പേസ് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. സജീവ ചർച്ചകളാലും പിന്തുണ കൊണ്ടും സമ്പന്നമായിരുന്നു കോഴിക്കോട് നടന്ന വില്ലേജ് പാർക്ക് സ്പേസ് കോൺഫറൻസ്. കേരളത്തെ ടെക്നോളജിയുടെയും സംരംഭകത്വത്തിന്റെയും ആസ്ഥാനമാക്കുന്ന ടാൽട്രോപ്പിന്റെ സിലിക്കൺ വാലി മോഡൽ കേരളം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള സുപ്രധാന നാഴികക്കല്ലാണ് ഓരോ വില്ലേജ് പാർക്കുകളിലൂടെയും പിന്നിടുന്നതെന്ന് ടാൽട്രോപ്പ് കോ-ഫൗണ്ടർ ആൻഡ് CEO സഫീർ നജ്മുദ്ദീൻ പറഞ്ഞു. ഈ കോഴിക്കോട് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൂൻസിയിൽ നമ്മുടെ 7 ടെക്കീസ് പാർക്കിലാണ്. ഇപ്പോൾ ക്യാമ്പസ് സെലക്ഷൻസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അടുത്തൊരു 2 ഇയേഴ്സിനുള്ളിൽ നമ്മുടെ ടെക്കീസ് പാർക്കുകളെല്ലാം വരും. ഇതിൻ്റെ താഴെയാണ് നമ്മുടെ ഓരോ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതായത് ഇവിടെ 59 വില്ലേജ് പാർക്കുകളാണ് എന്ത് ചെയ്യുന്നത് കോഴിക്കോട് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്നത്. വില്ലേജ് പാർക്കുകളുടെ പ്രവർത്തന രീതി ടാൽട്രോപ്പ് കോ-ഫൗണ്ടർ ആൻഡ് ചീഫ് മീഡിയ ഓഫീസർ ഷമീർ ഖാൻ വിശദീകരിച്ചു. ആദ്യത്തെ 10 സ്ഥലങ്ങളാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യുക. ആ ഫൈനലൈസ് ചെയ്യാൻ നമ്മുടെ ഇൻട്രസ്റ്റ് ലെറ്റർ തന്ന എല്ലാ ആളുകളെയും നമ്മൾ കോൺടാക്ട് ചെയ്യുകയും നമ്മുടെ ഒരു ടീം, ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ടീമുണ്ട്, അപ്പോൾ അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഓരോ സ്ഥലത്തേക്ക് വരികയും അവരുമായിട്ട് മീറ്റ് ചെയ്യുകയും ചെയ്തു. ടാൽട്രോപ്പിന്റെ ഡിസ്ട്രിബ്യൂട്ടഡ് ഡെവലപ്മെന്റ് എന്ന ആശയം കാലം ആവശ്യപ്പെടുന്ന അനിവാര്യതയാണെന്ന് റിപ്പോർട്ടർ TV സീനിയർ ന്യൂസ് എഡിറ്റർ VS രഞ്ജിത്ത് പറഞ്ഞു. ഡാറ്റ അനലൈസ് ചെയ്ത് മനുഷ്യൻ എന്ത് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ഡിസ്പ്ലേ ചെയ്യപ്പെടുകയും അതിന് പകരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആ രംഗത്തേക്ക് കടന്നു വരികയും ചെയ്യും. അതിന് വഴിയൊരുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ തലമുറ ചെയ്യേണ്ടതും. അതിന് വഴിയൊരുക്കണമെങ്കിൽ ഈ ടാൽട്രോപ്പ് പോലുള്ള സംവിധാനങ്ങൾ നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലേക്കും എല്ലാ നഗരങ്ങളിലേക്കും എത്തിച്ചേരേണ്ടതുണ്ട്. അതിനൊരു സ്പേസ്, അതിനൊരു ഇടം കൊടുക്കുക എന്നുള്ളതും ഈ തലമുറയുടെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ടാൽട്രോപ്പ് നിർമ്മിച്ചെടുക്കുന്ന എഡ്യൂക്കേഷൻ ഇക്കോസിസ്റ്റത്തെ ഉപയോഗപ്പെടുത്തി ചെറിയ പ്രായത്തിൽ തന്നെ ടാൽട്രോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വൈസ് പ്രസിഡന്റ് പദവിയിലേക്കെത്തിയ ആദിൽ മുഹമ്മദും കോൺഫറൻസിൽ പങ്കെടുത്തു. എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ എപ്പോഴും അതിനൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള പേരിലാണ് പറയാൻ കാരണം. നമുക്ക് എല്ലാവർക്കും സ്കില്ലുണ്ട്, നമ്മളെല്ലാ കൊച്ചുകുട്ടികളായിക്കോട്ടെ എല്ലാവർക്കും സ്കില്ലുണ്ട്. പക്ഷേ ഈ റൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ റൈറ്റ് സ്കിൽ എന്താണെന്നുള്ളത്, നമ്മുടെ ആ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മൾ പറയുന്ന പോലെ നാളത്തെ എലോൺ മസ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ നാളത്തെ സക്കർബർഗ് ആയിക്കോട്ടെ ഒക്കെ നമുക്ക് ആകാനായിട്ട് പറ്റത്തുള്ളൂ. സജീവ ചർച്ചകളാൽ സമ്പന്നമായ കോൺഫറൻസ് ഏറെ ആവേശത്തോടെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡെവലപ്മെന്റ് എന്ന ആശയത്തെ ഏറ്റെടുത്തത്. റിപ്പോർട്ട് കോഴിക്കോട്.